വെൽക്കം ടു സൈലം ടെക്നിക്കൽ. ഇപ്പം വരാനിരിക്കുന്ന LSGD ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് തയ്യാറെടുക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലേ, നമ്മൾ ഗ്രേഡ് 2 ഗ്രേഡ് 3 ലെവൽ എക്സാംസ് എഴുതുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ITIയുടെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള നിമിയെ ബേസ് ചെയ്തുകൊണ്ട് വരാറുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിമിയിൽ ഹൈവേ എഞ്ചിനീയറിംഗിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നിമിയിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഹൈവേ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് കവർ ചെയ്ത് പോയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസും നമുക്കിന്ന് പരിചയപ്പെടാം. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the portion of an urban road which is used by high speed and power driven vehicle is called as. Okay, the portion of road of an urban road which is used by high speed and power driven vehicle. High speed and power driven vehicles യൂസ് ചെയ്യുന്ന ആ ഒരു അർബൻ റോഡിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: റിംഗ് റോഡ്, ബൈപ്പാസ് റോഡ്, ആർട്ടീരിയൽ റോഡ്, മോട്ടോർവേ. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ ഓപ്ഷൻസിനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ആൻസറിലേക്ക് വരാം. സോ ഫസ്റ്റ് നമുക്കിതാ മോട്ടോർവേ തന്നിട്ടുണ്ട്. മോട്ടോർവേ, യെസ്, അത് തന്നെയാണ് നമ്മുടെ ആൻസർ അല്ലേ. ദ പോർഷൻ ഓഫ് ആൻ അർബൻ റോഡ് വിച്ച് ഇസ് യൂസ്ഡ് ബൈ ഹൈ സ്പീഡ് ആൻഡ് പവർ ഡ്രിവൺ വെഹിക്കിൾ. ഹൈ സ്പീഡ് ആൻഡ് പവർ ഡ്രിവൺ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന അർബൻ റോഡിൻ്റെ ആ ഒരു പോർഷനെയാണ് നമ്മൾ മോട്ടോർവേ എന്നുള്ള പേര് വിളിക്കുന്നത്. ഇനി അടുത്തത് ആർട്ടീരിയൽ റോഡ്. ആർട്ടീരിയൽ റോഡ് എന്ന് പറയുന്നത് ഒരു ഹൈവേയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡുകളെ, എസെൻഷ്യൽ ആയിട്ടുള്ള റോഡുകളെ നമുക്ക് ആർട്ടീരിയൽ റോഡുകളായിട്ട് പറയാവുന്നതാണ്. ഇനി ബൈപ്പാസ് റോഡ് എന്താണ്? ഒരു കൺജസ്റ്റഡ് ഏരിയയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റോഡുകളെയാണ് എ റോഡ് പ്രൊവൈഡഡ് അറൗണ്ട് ദ കൺജസ്റ്റഡ് ഏരിയ, അവരെ നമുക്ക് ബൈപ്പാസ് റോഡുകൾ എന്ന് വിളിക്കാം. ഈ റിംഗ് റോഡ്, ഇറ്റ് എനേബിൾ ദ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ദ ട്രാഫിക് അറൗണ്ട് ആൻ അർബൻ ഏരിയ. എ സർക്കംഫറൻഷ്യൽ റോഡ് ഈസ് കൺസ്ട്രക്റ്റഡ് വിച്ച് ഇസ് കോൾഡ് എ റിംഗ് റോഡ്. ഒരു എന്താ പറയുക, ഒരു അർബൻ ഏരിയയ്ക്ക് ചുറ്റുമായിട്ട് ട്രാഫിക്കിൻ്റെ ഫ്രീ മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന റോഡുകളെയാണ് റിംഗ് റോഡുകൾ എന്ന് പറയാം. ഇനി ലൂപ്പ് റോഡുകൾ. ഈ ലൂപ്പ് റോഡുകൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ട്രാഫിക് ഒബ്സ്ട്രക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള റോഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂപ്പ് റോഡുകൾ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് പിക്ക് ചെയ്യാം. മോട്ടോർവേ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം കാണാം. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ റോഡ് അലൈൻമെൻറ്റ്. റോഡ് അലൈൻമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതിൽ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ അലൈൻമെൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാണ് റോഡിൻ്റെ സെൻട്രൽ ലൈൻ ഫിക്സ് ചെയ്യുന്നതിന് നമ്മൾ അലൈൻമെൻറ്റ് എന്നാണ് പറയുക അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു അലൈൻമെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞിരിക്കുകയാണ്. ദ അലൈൻമെൻറ്റ് ഷുഡ് ബി സ്ട്രെയിറ്റ് ആസ് പോസിബിൾ. ദ അലൈൻമെൻറ്റ് ഷുഡ് ക്രോസ് ദ റെയിൽവേ ലൈൻസ് ആൻഡ് അതർ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് അറ്റ് എനി ആംഗിൾ. ഇറ്റ് ഷുഡ് ക്രോസ് ദ റിവേഴ്സ്, കനാൽസ്, streams, etc. at place where its width is minimum and where good the durable foundation available. ഇത് തന്നിട്ടുള്ളതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് ചോദ്യം. നോക്കുക, ഒരു അലൈൻമെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ എന്താണ്, നമുക്ക് പരമാവധി നമ്മുടെ അലൈൻമെൻറ്റുകളെ നമ്മൾ ഷോർട്ടായിട്ട് കൊടുക്കുക. നമുക്ക് ഷോർട്ടാക്കി, എപ്പോഴും നമ്മൾ ഷോർട്ട് റൂട്ടുകളാണ് ഒരു സ്ഥലത്തേക്ക് പോകാൻ പ്രിഫർ ചെയ്യുക അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന അലൈൻമെൻറ്റും ഷോർട്ടായിട്ടുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ദ അലൈൻമെൻറ്റ് ഷുഡ് ബി ആസ് സ്ട്രെയിറ്റ് ആസ് പോസിബിൾ വിച്ച് എൻഷുവർ ഹയർ സ്പീഡ് ട്രാഫിക്. ഓക്കെ, പരമാവധി ഇങ്ങനെ വളഞ്ഞിട്ടുള്ള അലൈൻമെൻറ്റ്സ് ഒഴിവാക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരുവിധം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എന്ത് കൊടുക്കാൻ നോക്കുക, അലൈൻമെൻറ്റുകളെ ഫിക്സ് ചെയ്യാനായിട്ട് നോക്കുക. ദ അലൈൻമെൻറ്റ് ഷുഡ് ബി ഈസി ഫോർ കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ് ആൻഡ് ട്രാഫിക് ഓപ്പറേഷൻ. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത അലൈൻമെൻറ്റിൽ നമ്മുടെ റോഡ് കൺസ്ട്രക്ഷൻ, അതിൻ്റെ മെയിൻ്റനൻസ്, ട്രാഫിക് ഓപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഈസി ആയിരിക്കണം. ആൻഡ് ദ അലൈൻമെൻറ്റ് ഷുഡ് ക്രോസ് ദ റെയിൽവേ ലൈൻ ആൻഡ് അതർ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. നോക്കിയേ, നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള അലൈൻമെൻറ്റ് റെയിൽവേനെയും
അതുപോലെ തന്നെ റോഡിനെയും ബ്രിഡ്ജസിനെയും ഒക്കെ റൈറ്റ് ആംഗിളിൽ ക്രോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ ഓപ്ഷനിൽ നോക്കിയേ, ദ അലൈൻമെൻറ്റ് ഷുഡ് ക്രോസ് ദ റെയിൽവേ ലൈൻസ് ആൻഡ് അതർ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് അറ്റ് എനി ആംഗിൾ. അവിടെയാണ് പ്രശ്നം, റൈറ്റ് ആംഗിൾ ആവണം വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു അവിടുത്തെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ അടുത്തത് എന്താ, ഇറ്റ് ഷുഡ് ക്രോസ് ദ റിവർ, കനാൽസ് ഓർ സ്ട്രീംസ് എക്സെട്ര അറ്റ് ദ പ്ലേസ് വേർ ഇറ്റ്സ് വിഡ്ത്ത് ഈസ് മിനിമം ആൻഡ് വേർ ഗുഡ് ദ ഡ്യൂറബിൾ ഫൗണ്ടേഷൻസ് ആർ അവൈലബിൾ. ഓക്കെ, അതായത് നമുക്ക് അത് റിവർ, കനാല്, സ്ട്രീം പോലെയുള്ള കാര്യങ്ങളെ കവർ ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. ഇനിയുണ്ട് കേട്ടോ, ഇനിയുണ്ട്. അതായത് മാക്സിമം ആയിട്ടുള്ള പോപ്പുലേഷനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, മിനിമം ബ്രിഡ്ജുകളെ, കൾവേർട്ടുകളെ, എംബാക്ക്മെൻറ്റ് പ്ലേസുകളെയൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ കവർ ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കണം. അതുപോലെ സ്മൂത്ത് ആയിട്ടുള്ള കർവുകളും ഈസി ആയിട്ടുള്ള ഗ്രേഡിയൻ, അതായത് നമ്മുടെ ട്രാക്റ്റീവ് എഫേർട്ട് കൂട്ടുന്ന രീതിയിലുള്ള ഗ്രേഡിയൻറ്റുകളും കർവ്സുകളും ആവരുത്, അത് സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കട്ടിങ്ങുകളും ഫില്ലിങ്ങുകളും വരുമ്പോൾ നമ്മുടെ വർക്ക് ഒരിക്കലും നമുക്ക് എക്കണോമിക്കലായിട്ട് വരില്ല. അപ്പോൾ ആ ഒരു എക്കണോമിക്കലായിട്ട് വരുന്ന രീതിയിൽ, മിനിമം ആയിട്ടുള്ള രീതിയിൽ കട്ടിങ്ങും ഫില്ലിങ്ങും വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ നല്ല സൈഡ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. പിന്നെ എന്താണ്, പോണ്ട്, ലേക്ക്, വെൽസ്, മോണ്യുമെൻ്റൽ ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ഇങ്ങനെയുള്ളവരെ ഒന്നും ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന രീതിയിലാവരുത് നമ്മുടെ അലൈൻമെൻറ്റ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് നമ്മുടെ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിനെയും ലേബറിനെയും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ വേണം നമ്മുടെ അലൈൻമെൻറ്റ് പാസ്സാവാൻ. ഇത്രയും കാര്യങ്ങൾ അലൈൻമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ 2 ചോദ്യം കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, which category of road within the state connects major towns and cities, links them national highways and serves as the primary arteries for the traffic to and from district roads. ഓക്കെ, അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്, അതായത് സ്റ്റേറ്റുകളെ കണക്ട് ചെയ്യുന്ന, സ്റ്റേറ്റിലുള്ള മേജർ സിറ്റീസിനെയും ടൗണുകളെയും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡുകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ എക്സാമിന് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് റോഡിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക, നാഷണൽ ഹൈവേ, എന്താണ്, സ്റ്റേറ്റ് ഹൈവേ ആണല്ലേ നമുക്ക് ആൻസർ ആയിട്ട് വരിക. നമ്മുടെ സ്റ്റേറ്റിലുള്ള മേജറായിട്ടുള്ള സിറ്റീസിനെയും കാര്യങ്ങളെയൊക്കെ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് അടുത്തൊരു ചോദ്യം, what camber should be provided for the carriageway of a gravel road to ensure the proper surface drainage. ഓക്കെ, ഇത് നിമിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഗ്രേവൽ റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എത്ര വേണം അവിടെ നമ്മൾ എന്ത് കൊടുക്കാൻ, കേംബർ വാല്യൂ കൊടുക്കാനായിട്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ കേംബർ വാല്യൂ നമ്മൾ കൊടുക്കാനായിട്ട് 1/25 to 1/30 ആണ് കേട്ടോ പറയാം. 1/25 to 1/30 ആണ് നമ്മൾ പറയാം. 1/25 to 1/30 ആണ് നമ്മൾ പറയുന്നത്, നിമിയിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കേംബർ എന്നൊന്ന് ഓർത്തോളൂ. എന്താണ്, നമ്മൾ റോഡ് ഇതാണെങ്കിൽ റോഡിൻ്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പിനെയാണ് നമ്മൾ കേംബർ എന്ന് വിളിക്കാറുള്ളത് അല്ലേ. ക്രോസ് സ്ലോപ്പ് അല്ലെങ്കിൽ ക്രോസ് ഫോള് എന്നാണ് നമ്മൾ അവരെ വിളിക്കാറുള്ളത്. അപ്പോൾ എന്തിനാണ് കേംബർ കൊടുക്കുന്നത്, മെയിനായിട്ട് നമ്മുടെ റോഡിൽ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ കൊടുക്കാറുള്ളത്, നമ്മൾ കേംബറിനെ പൊതുവെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ് കൊടുക്കാറുള്ളതെന്ന് അറിയാം. ഓക്കെ, ഈ കേംബർ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക, ഒരു സ്ഥലത്തെ റെയിൻഫോള്, അവിടുത്തെ റെയിൻഫോള്, അതുപോലെ പേയ്മെൻറ്റ്, ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ്, ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് തീരുമാനിക്കുക, കേംബർ എത്രത്തോളം വേണമെന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ മെയിനായിട്ട് എത്ര ടൈപ്പിലാണ് കേംബേഴ്സ് ഉണ്ടാവുക, 3 തരത്തിൽ കൊടുക്കുക അല്ലേ. നമ്മൾ പാരാബോളിക് ആയിട്ടുള്ള കേംബേഴ്സ് കൊടുക്കാറുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള കേംബേഴ്സ് കൊടുക്കാറുണ്ട്, എലിപ്റ്റിക്കൽ ആയിട്ടുള്ള കേംബേഴ്സ്, ദെൻ കോമ്പോസിറ്റ് ആയിട്ടുള്ള കേംബറിനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസ് ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ നമുക്ക് പാരാബോളിക് ആയിട്ടുള്ള കേംബേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. അവരെ തന്നെ നമ്മൾ എലിപ്റ്റിക്കൽ കേംബർ എന്നും ബാരൽ കേംബർ എന്നും വിളിക്കാറുണ്ട് അല്ലേ.
ഇനി എന്താ പറയുക, ഫ്ലാറ്റ് ആയിട്ടുള്ള കേമ്പറുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സിമെൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻറ്റുകളിലൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് കേമ്പർ അല്ലെങ്കിൽ സ്ലോപ്പ്ഡ് കേമ്പേഴ്സിനെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഇനി ഇവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനായിട്ട് വരുന്ന കേമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് കേമ്പർ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം. ഇൻ ദ ഓൾട്ടർനേറ്റ് ബേ മെത്തേഡ് എ സിംഗിൾ ലൈൻ റോഡ് is divided into the base of dash in length and the construction is carried out in alternate bays. നമ്മളൊരു സിമെൻറ്റ് കോൺക്രീറ്റ് റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും 3 മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓൾട്ടർനേറ്റ് ബേ മെത്തേഡ്, കണ്ടിന്യൂസ് ബേ മെത്തേഡ്, അതുപോലെ തന്നെ എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ ഏറ്റവും ആദ്യത്തെ 2 മെത്തേഡ്സ് ആണ് നമ്മൾ കൂടുതലായിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാറുള്ളത്. അതിൽ വരുന്ന ഒന്നാണ് ഓൾട്ടർനേറ്റ് ബേ മെത്തേഡ്. അവിടെ എന്താ നമ്മൾ ചെയ്യണേ, നമ്മുടെ എൻറ്റയർ റോഡിനെ നമ്മൾ കുറച്ചധികം ബേസായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും അല്ലേ. എന്നിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ബേസ് ആദ്യം കൺസ്ട്രക്ട് ചെയ്യും. ഈ ബേസ് കൺസ്ട്രക്ട് ചെയ്ത് അത് സെറ്റായതിനു ശേഷമാണ് പിന്നെയുള്ള ബേസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം. ഈ രീതിയിൽ ചെയ്യുന്നതാണ് ഓൾട്ടർനേറ്റ് ബേ മെത്തേഡ്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ബേ മെത്തേഡിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ബേസ് എത്ര വിട്ടിലാണ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ചോദ്യം. സോ എത്ര വിട്ടിലാണ് ഈ ബേസ് കൊടുക്കുക? 6 to 8 മീറ്റർ വിട്ടിലാണ് നമ്മൾ ഈ ബേകളെ പ്രൊവൈഡ് ചെയ്യാറുള്ളത് കേട്ടോ. ഏത് മെത്തേഡിൽ? ഓൾട്ടർനേറ്റ് ബേ മെത്തേഡിൽ. ഇനി മറ്റൊരു മെത്തേഡാണ് കണ്ടിന്യൂസ് ബേ മെത്തേഡ്. കണ്ടിന്യൂസ് ബേ മെത്തേഡിൻ്റെ മറ്റുള്ള പേരുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതിനെ നമ്മൾ ഫുൾ വിഡ്ത്ത് മെത്തേഡ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ സ്ട്രിപ്പ് മെത്തേഡ് എന്നും വിളിക്കാറുണ്ട്. സ്ട്രിപ്പ് മെത്തേഡ് അതായത് നമ്മുടെ റോഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4.5 മീറ്റർ താഴെയാണെങ്കിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രിഫർ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക, ഒരു ബേ മൊത്തമായിട്ട് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം അത് ട്രാഫിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടായിരിക്കും അടുത്ത സെക്ഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം. ആ രീതിയിൽ ചെയ്യുന്ന മെത്തേഡായിരിക്കും നമ്മുടെ ഫുൾ വിഡ്ത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ മറ്റുള്ള പേരുകൾ ഓർക്കുക, ഈ പറഞ്ഞ വിഡ്ത്തും ഇതോടൊപ്പം ഓർക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം നമുക്ക് ഒരുപാട് ഓവർസിയർ എക്സാംസ് നമുക്ക് വരും വർഷങ്ങളിലായിട്ട് വരാനിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ എക്സാംസിന് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഉടനെ തന്നെ വരുന്ന എക്സാംസിന് നിങ്ങൾക്ക് നല്ലൊരു ജോലി സ്വന്തമാക്കാനായിട്ട് സാധിക്കും. നല്ല ടോപ്പ് റാങ്കുകളിൽ വന്നിട്ട് നല്ലൊരു ജോലി സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സൈലം ടെക്നിക്കലിൻ്റെ ഏറ്റവും പുതിയ ഓവർസിയർ ബാച്ച് ഒക്ടോബർ 20 മുതൽ ആരംഭിക്കുകയാണ് കേട്ടോ. ഓൺലൈൻ ബാച്ചാണ്. നമ്മുടെ മിഷൻ ഓവർസിയർ 2.0 ബാച്ച് ഒക്ടോബർ 20 മുതൽ ആരംഭിക്കുന്നു. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ലൈവ് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എല്ലാ സബ്ജക്റ്റിൻ്റെയും 2 or 3 ചാപ്റ്റേഴ്സ് തീരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിൽ തന്നെ വെച്ച് ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകളൊക്കെ ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിന് ഫീസ് വരുന്നത് 4,999 ആണ് കേട്ടോ. കോഴ്സിന് ഫീസ് വരുന്നത് 4,999 ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പം ഒക്ടോബർ 20 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരും ലാസ്റ്റ് നിമിഷത്തിലേക്ക് വെക്കേണ്ട. ഇപ്പം പഠിക്കാൻ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ ദ എക്സസീവ് കേമ്പർ ഈസ് നോട്ട് ഡിസൈറബിൾ ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് റീസൺസ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് എക്സസീവ് കേമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാപ്പിഡ് ഫ്ലോ ഓഫ് വാട്ടർ റിസൾട്ട്സ് ഇൻ ടു ദ ഫോർമേഷൻ ഓഫ് ക്രോസ് കട്ട്. നമ്മൾ കുറേ കേമ്പർ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നല്ല റാപ്പിഡ് ഫ്ലോ ഓഫ് വാട്ടർ ഉണ്ടാവും. അപ്പോൾ അത് ക്രോസ് കട്ടുകൾ റോഡിലുണ്ടാക്കും, കുഴികൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. അതൊരു റീസൺ. അപ്പോൾ അത് ശരിയാണ്. പിന്നെ പറയുന്നത് പ്രോബ്ലംസ് ഓഫ് ടോപ്ലിംഗ് ഓവർ ഓഫ് ഹൈലി ലാഡൻ ബുള്ളോക്ക് കാർട്ട്. നല്ല വെയിറ്റ് ഉള്ള ബുള്ളോക്ക് കാർട്ട്സ് ഒക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ഹൈ കേമ്പർ ആകുമ്പോൾ അവർ മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതും ശരിയാണ്.
Due to excessive camber, there is tendency of most of the vehicle to travel along the center line. Okay, excessive camber ആകുന്ന സമയത്ത് അധികം വണ്ടികൾക്കും സെൻറ്റർ ലൈൻ കീപ്പ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതും ഒരു കാര്യമാണ്. ദെൻ due to overtaking operation, the vehicles tend to drag, causing uncomfortable conditions and faster wear of the road surface along the edges and the central part. മാത്രമല്ല നമ്മുടെ വണ്ടികൾക്ക് മൂവ് ചെയ്യാനായിട്ട് എന്താണ് കംഫർട്ടബിൾ അല്ലാതാവും വണ്ടികൾ. അതായത് ഇപ്പോൾ നല്ല ഹൈ സ്പീഡിലൊക്കെ നമ്മൾ ഈ എക്സസീവ് കേമ്പറിലൂടെ പോകുമ്പോൾ എപ്പോൾ വേണമെങ്കിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. മാത്രമല്ല റോഡിൻ്റെ സർഫസിൽ വിയേഴ്സ് കൂടുതലായിട്ട് കാണുകയും ചെയ്യും. ഓക്കെ, എക്സസീവ് ആയിട്ടുള്ള വിയേഴ്സ് നമുക്ക് കാണാനും സാധിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് എക്സസീവ് ആയിട്ടുള്ള കേമ്പർ കൊടുത്താലുള്ള പ്രശ്നങ്ങളായിട്ട് പറയാനായിട്ട് പറ്റുക. അപ്പം അങ്ങനെ നോക്കുമ്പം എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളെയും നമുക്ക് ശരിയായിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദെൻ അടുത്തൊരു ചോദ്യം, ദ ടോട്ടൽ റൈസ് ഓർ ഫോൾ ബൈ എനി 2 points ഓൺ ദ റോഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ലെങ്ത്. നമ്മൾ ഒരു റോഡിലുള്ള ടോട്ടൽ റൈസ് ഓർ ഫോൾ, ഓക്കെ, ടോട്ടൽ റൈസ് ഓർ ഫോള് 2 പോയിന്റുകൾക്കിടയിലുള്ള ടോട്ടൽ റൈസ് ഓർ ഫോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോഡ്. അതിനെന്താണ് വിളിക്കുക? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് ഗ്രേഡിയൻറ്റ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് ഗ്രേഡിയൻറ്റ്. നമ്മൾ ഈ ആവറേജ് ഗ്രേഡിയൻറ്റുകൾ പൊതുവെ ഒരു പ്രിലിമിനറി സർവേയുടെ സമയത്തൊക്കെ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യണ ഒന്നാണ്. മാത്രമല്ല ഹില്ലി ഏരിയാസിലൊക്കെ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള റൂട്ട് ഫിക്സ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന ആവറേജ് ഗ്രേഡിയൻറ്റുകൾ സഹായിക്കാറുണ്ട്. അതായത് നമ്മുടെ ഓൾട്ടർനേറ്റ് റൂട്ട്സിൻ്റെ ലെങ്ത് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതിന് ഇവർ സഹായിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തൊരു ചോദ്യം കാണാം. On road, if 2 vehicles crossing in opposite direction on seeing each other, they have to reduce their speed to enable each other to use the pavement edges or shoulders safety. This distance required for a vehicle come to stop is called. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ്, ഇതാണ് നമ്മുടെ ക്രോസിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്രോസിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്നാണ് നമ്മളിവരെ പറയാം. ഓക്കെ, ക്രോസിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്നാണ് ഇവരെ നമ്മൾ വിളിക്കാറുള്ളത്. പരസ്പരം 2 വണ്ടികൾ ക്രോസ് ചെയ്ത് വരുന്ന സമയത്ത് അവർ പരസ്പരം കാണുകയാണ്. അപ്പോൾ അവർ പരസ്പരം ക്രോസ് ചെയ്ത് വരുമ്പം കാണുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ കൂട്ടിയിടിക്കാതെ നിർത്തണം അല്ലേ. അവരെ കൂട്ടിയിടിക്കാതെ നിർത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്രോസിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കാറുള്ളത്. ക്രോസിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കാറുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത്, a type of surface drain will carry the fluctuating discharge without depositing solids at any point and it will be able to capable of producing a good velocity. സർഫസ് ഡ്രെയിനുകളെ കുറിച്ചാണ്. നമ്മൾ റോഡുകളിൽ പൊതുവെ സർഫസ് ഡ്രെയിൻസ് കൊടുക്കാറുണ്ട് അല്ലേ. സർഫസിൽ വാട്ടറിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർഫസ് ഡ്രെയിനുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ 4 ഷേപ്പുകളിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ റെക്ടാങ്കുലാർ ഷേപ്പിൽ കൊടുക്കാറുണ്ട്, സെമി സർക്കുലാർ ഷേപ്പിൽ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ യു ഷേപ്പിലുള്ള സർഫസ് ഡ്രെയിൻസ് കൊടുക്കാറുണ്ട്, വി ഷേപ്പിലുള്ള സർഫസ് ഡ്രെയിൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു റെക്ടാങ്കുലാർ ഷേപ്പിലുള്ള സർഫസ് ഡ്രെയിൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി ഡിസ്ചാർജ് ക്യാരി ചെയ്യാൻ കഴിയുന്നവരാണ് ഈ റെക്ടാങ്കുലാർ ഷേപ്പിലുള്ള സർഫസ് ഡ്രെയിൻ. പക്ഷേ ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് ഇതിൽ വന്നിട്ട് ഡെപ്പോസിറ്റ്സ് അടിഞ്ഞുകൂടും. അതാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. ദെൻ പിന്നെ നമ്മൾ സെമി സർക്കുലാർ ആയിട്ടുള്ള പൈപ്പുകൾ വെച്ച് ഫോം ചെയ്യുന്നതാണ് സെമി സർക്കുലാർ ആയിട്ടുള്ള സർഫസ് ഡ്രെയിൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെറിയ ചെറിയ സ്ട്രീറ്റുകളിൽ നമ്മൾ ഓവുചാലുകളൊക്കെ നിങ്ങൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ സ്ട്രീറ്റുകളിലൊക്കെയാണ് നമ്മളിവരെ പ്രിഫർ ചെയ്യുക. ഒരു ചെറിയ ഡിസ്ചാർജ് ഒക്കെ ഉള്ള ചെറിയ ചെറിയ സ്ട്രീറ്റുകളിലാണ് നമ്മൾ ഇവരെ പ്രിഫർ ചെയ്യാറുള്ളത്. ദെൻ പിന്നെ വരുന്നത് യു ഷേപ്പ്ഡ് സർഫസ് ഡ്രെയിൻ ആണ്. യു ഷേപ്പ്ഡ് സർഫസ് ഡ്രെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ 2 സൈഡും വെർട്ടിക്കലും ബോട്ടം പോർഷൻ കർവ്ഡും ആയിട്ടുള്ള രീതിയിലുള്ള സർഫസ് ഡ്രെയിൻ ആണ് യു ഷേപ്പ്ഡ് സർഫസ് ഡ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് വി ഷേപ്പിലുള്ളൊരു സർഫസ് ഡ്രെയിൻ ആണ്. സോ ഈ വി ഷേപ്പ്ഡ് സർഫസ് ഡ്രെയിൻ ആണ് ഒരു സെൽഫായിട്ടുള്ള നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അതായത് അത് എപ്പോഴും അവിടെ ഒരു
എന്താണ് ഡിസ്ചാർജ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഡിസ്ചാർജ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വി ഷേപ്പ്ഡ് സർഫസ് ഡ്രെയിനുകളിൽ ഒരിക്കലും ഡെപ്പോസിഷൻസ് തങ്ങി നിൽക്കില്ല, അവിടെ എപ്പോഴും ഒരു ഫ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരാണ് വി ഷേപ്പ്ഡ് സർഫസ് ഡ്രെയിനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആരായിരിക്കും? വി ഷേപ്പ്ഡ് സർഫസ് ഡ്രെയിൻ ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. The mountainous terrain and steep terrain having elevation more than 3000 meter above MSL, the exceptional gradient will be. Okay, mountainous and steep terrainലുള്ള exceptional gradient ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ഒരിക്കലും അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഗ്രേഡിയൻസ് ആണ് എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റുകൾ അല്ലേ. അപ്പം നമുക്ക് ഈ ഒരു ടേബിൾ അറിയാം. നമ്മൾ പ്ലെയിൻ ഓർ റോളിംഗ് ആണെങ്കിൽ 3.3, 5, 6.7, ദെൻ മൗണ്ടേനിയസ് ആൻഡ് സ്റ്റീപ്പ് ആണെങ്കിൽ 5, 6, 7, സ്റ്റീപ്പ് ടെറൈൻ 6, 7, 8. ഇത് നിമിയിലുള്ള ടേബിളാണ് കേട്ടോ. ഓക്കെ, സോ മൗണ്ടേനിയസ് ആൻഡ് സ്റ്റീപ്പ് ടെറൈൻ ഹാവിങ് എലവേഷൻ മോർ ദാൻ 3000 ആകുന്ന സമയത്ത് എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ് എത്രയാണ് വരണേ? 7%. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ ഇവിടെ വരിക? 7% ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്